ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനിയും അവന്തിയുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം വീണ്ടും മുത്തശ്ശൻ അനിയോട് പറയുന്നുണ്ട്. അനിക്കാണെങ്കിൽ അതിനൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. മുത്തശ്ശൻ്റെ വാക്കുകൾ ധിക്കരിക്കാനാവാതെ തല കുനിച്ച് മുമ്പിൽ നിൽക്കുമ്പോഴും അനിയുടെ മനസ്സിൽ വല്ലാത്ത വിഷമവും വേദനയും ഉണ്ടായിരുന്നു. മുത്തശ്ശൻ ഒരു കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞു. അവന്തിയുമൊത്തുള്ള നിന്റെ വിവാഹം ഞാൻ നിശ്ചയിച്ച രീതിയിൽ തന്നെ നടക്കും. ആ തീരുമാനത്തിന് ഇനി ഒരു മാറ്റവും ഇല്ല. ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അനി എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശൻ എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല. അവതയെ കല്യാണം കഴിക്കാൻ എനിക്ക് ആവില്ല. ഈ വിവാഹ നിശ്ചയം നടക്കരുത് മുത്തശ്ശ. ഞാൻ ഈ വിവാഹ നിശ്ചയത്തിൽ നിന്ന് പിന്മാറുകയാണ്. മുത്തശ്ശൻ അറിയാവുന്ന കാര്യമല്ലേ, ചെറുപ്പം മുതലേ അവന്തിയെ ഞാൻ എൻ്റെ സഹോദരിയെ പോലെയല്ലേ കണ്ടത്. അങ്ങനെയുള്ളപ്പോൾ അവൾ എങ്ങനെയാണ് മുത്തശ്ശ പെട്ടെന്ന് ഒരു ദിവസം ഭാര്യയായിട്ട് കാണാൻ പറ്റുന്നത്? സോറി മുത്തശ്ശ, എനിക്കതിന് കഴിയില്ല എന്നൊക്കെ അനി പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ ഉൾപ്പെടെ അവിടെയുള്ള ആരും തന്നെ അനിയുടെ ഈ വാക്കുകൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. എല്ലാവരും വളരെ നിശബ്ദമായി തന്നെ നിൽക്കുകയാണ്. ആർക്കും ഒന്നും പറയാനില്ല. മുത്തശ്ശൻ്റെ തീരുമാനമാണല്ലോ അവസാന തീരുമാനം. മുത്തശ്ശനെ എതിർത്തുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാനാവില്ല എന്നും വേറൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലെന്നൊക്കെയുള്ളത് എല്ലാവർക്കും അറിയാം. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ വിവാഹ നിശ്ചയം ഞാനാണ് തീരുമാനിച്ചത്. ഈ അനന്തപുരത്തിൽ നടക്കുന്ന എല്ലാ വിശേഷങ്ങളും എൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് തന്നെ നടക്കും. അവന്തികമ്മളുടെ കഴുത്തിൽ നീ തന്നെ താലി കെട്ടും. ഇത് എൻ്റെ തീരുമാനമാണ്. എൻ്റെ തീരുമാനത്തെ ധിക്കരിക്കാൻ മാത്രം നിങ്ങളൊക്കെ വളർന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന നവ്യയ്ക്കും വല്ലാത്ത വിഷമം തോന്നുകയാണ് കേട്ടോ. അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും അടുപ്പത്തിലാണെന്നും അവർ തമ്മിൽ വേർപിരിയാൻ പറ്റാത്തത്ര ഇഷ്ടത്തിലാണെന്നൊക്കെ ഉള്ളതെന്ന് നവ്യയ്ക്ക് അറിയാമല്ലോ. അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം തന്നെയാണ് ഇപ്പം നവ്യയും ആഗ്രഹിക്കുന്നത്. കാരണം അനിയുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും അവന്തിക്ക് പോലെ ഒരു പെണ്ണ് വരാൻ പാടില്ല. അവളും അവളുടെ അമ്മയും ചേട്ടനെ പോലെയൊക്കെ തന്നെയാണ്. അവളെയും കണ്ണടച്ച് വിശ്വസിക്കാനാവില്ല. കൂടാതെ അഭി എന്ന് അവന്തികയെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നവ്യയോട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവൾ അനിയെ വിവാഹം കഴിക്കാനായിട്ട് എല്ലാവരുടെ മുമ്പിൽ സ്നേഹം നടിച്ച് അഭിനയിച്ച് നിൽക്കുന്നതാണെന്നും കാപട്യക്കാരിയാണെന്നും അവളെ നീ തള്ളി പറയേണ്ട ആവശ്യമില്ലെന്നും നമ്മുടെ ശത്രുക്കളെല്ലാം അവളുടെയും ശത്രുക്കളാണെന്നും അവരോട് പൊരുതി നിൽക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനൊരു അഭിനയം കാഴ്ചവെക്കുന്നതൊക്കെയുള്ള രീതിയിൽ അഭി പറഞ്ഞുകൊണ്ട് നവ്യയ്ക്ക് അവന്തികയുടെ സ്വഭാവം നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അവന്തികയുടെ തനിനിറം എന്തെങ്കിലും ഒരു ദിവസം മുത്തശ്ശനും ഈ വീട്ടുകാരും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. എന്തായാലും ഇതിനെ ഇങ്ങനെ വെറുതെ വിടാനും പാടില്ലല്ലോ. ചേട്ടനും അനിയത്തിയും കൂടെ എൻ്റെ അനിയത്തിമാരുടെ ജീവിതമല്ലേ ഇല്ലാതാക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അവന്തിക ഇപ്പം എല്ലാവരുടെ മുമ്പിൽ നല്ലപോലെ ചമഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് അവളെ പൂട്ടണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ വേണം. എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ അവൾക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടല്ലോ. വ്യക്തമായ തെളിവുകൾക്കായി കാത്തിരിക്കുകയാണ് നവ്യ. സമയമാകുമ്പോൾ അവന്തികയുടെ സ്വഭാവം എല്ലാവരുടെയും മുന്നിലും തുറന്നു കാട്ടി അവളുടെ ചീട്ട് വലിച്ചു കയറണമെന്നാണ് നവ്യ മനസ്സിൽ തീരുമാനിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നഗരത്തിലെ ഏറ്റവും വലിയൊരു ഹോട്ടലിൽ ഡിസൈൻ കോമ്പറ്റീഷൻ കൂടി നടക്കുന്നുണ്ടായിരുന്നല്ലോ. അനിയും നയനയൊക്കെ അവിടെയാണ്. മൂർത്തിസ് ജ്വല്ലറിയുടെ ഭാഗത്തു നിന്ന് അനിയും നയനയും, അതുപോലെ എൻ ജ്വല്ലറിയുടെ ഭാഗത്തു നിന്ന് അബിയും ഡേവിഡും മാളവികയും നവ്യയും ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അവർ വരച്ചുകൊണ്ടുവന്നിരുന്ന ഡിസൈൻസ് ഒക്കെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു പ്രശസ്ത ജ്വല്ലർക്കാർക്കൊപ്പം ഇവരും ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ്. അവിടെ മാളവിക വരച്ച ഡിസൈൻസും നയന വരച്ച ഡിസൈൻസും എല്ലാം അവർ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. നയന വരച്ച ഡിസൈൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പ്രഗ്നൻ്റ് ആയിട്ട് പോലും രാത്രി പകലാക്കി നയന ഒരുപാട് കഷ്ടപ്പെട്ട് വരച്ച ഡിസൈൻസ് അല്ലേ. അപ്പോൾ അതെന്തായാലും ജഡ്ജസിന് ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. അങ്ങനെ ഒടുവിൽ അഭിയും ഡേവിഡിനെയും ഞെട്ടിച്ചുകൊണ്ട് ആ ജഡ്ജസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നയനാസ് കളക്ഷൻസ് ആണ്. മൂർത്തിസ് ജ്വല്ലറിക്ക് വേണ്ടി നയന വരച്ചിരിക്കുന്ന ഈ ഡിസൈൻസ് എല്ലാം തന്നെ മറ്റെല്ലാ ഡിസൈനിനേക്കാളും കടത്തി വെട്ടിയിരിക്കുന്നു. ഞങ്ങളിവിടെ സ്റ്റഡി ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ഡിസൈൻസ് വരച്ചിരിക്കുന്നത് നയന തന്നെയാണ്. മൂർത്തിസ് ജ്വല്ലറിക്ക് വേണ്ടി നയന വരച്ച എല്ലാ ഡിസൈൻസും ഒന്നിനൊന്ന് മെച്ചം. മാളവിക കളക്ഷനും ഒട്ടും പുറകിലല്ല. എന്നാലും ഒരു പടി മുന്നിൽ നയനാസ് കളക്ഷൻ തന്നെയാണ് നിൽക്കുന്നത്. ഇത് കേട്ടപാട് അബിയുടെയും ഡേവിഡിന്റെയും മുഖഭാവം തന്നെ അങ്ങ് മാറുകയാണ് കേട്ടോ. അവരുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ കടന്നുപോയതുപോലെ അവർക്ക് തോന്നി. എന്നാൽ മാളവികയ്ക്കും നവ്യയ്ക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. എന്നാൽ അവർ ആ സന്തോഷം മുഖത്ത് കാണിക്കുന്നില്ല. ഇതിനിടയിൽ മാളവിക നയനെ നോക്കിക്കൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് പോലെ ചിരിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എൻ്റെ പ്രാർത്ഥന വെറുതെ ആയില്ല. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ അനിയത്തി തന്നെ ഈ കോമ്പറ്റീഷനിൽ വിജയിച്ചല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നുള്ള രീതിയിൽ തന്നെയാണ് നവ്യയും നയനെ നോക്കുന്നത്. എന്നാൽ മുഖത്ത് ഈ ഭാവം ഒന്നും കാണുന്നില്ല എന്ന് മാത്രം. എന്തായാലും നയന ഈ കോമ്പറ്റീഷനിൽ വിജയിച്ചത് നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഈ കോമ്പറ്റീഷനിൽ വിജയിച്ച സന്തോഷത്തിൽ അനി എഴുന്നേറ്റ് നിന്ന് ഏട്ടത്തി കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് നയനയ്ക്ക് ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഏൻ ജ്വല്ലറിക്കാളും ഒരുപാട് മുന്നിലാകുമെന്നും മൂർത്തിസ് ജ്വല്ലറി പഴയ പ്രതാപത്തിലേക്കും പ്രശസ്തിയിലേക്കൊക്കെ എത്തുമെന്ന് പറഞ്ഞത് അനി ആ സമയത്ത് ഓർക്കുകയാണ്.
എന്തായാലും അനിക്കും നയനയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ജഡ്ജസ് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും എല്ലാവരുടെ മുമ്പിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കാണുന്ന അബിക്കും ഡേവിഡിനും ഇതൊട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവരുടെ കണ്ണുകളിൽ തീ പാർന്ന ദേഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പകയോടെയും ദേഷ്യത്തോടെയും അനിയെയും അതുപോലെ നയനെയും നോക്കിക്കൊണ്ടിരുന്നു. ഡേവിഡും അബിയും ഇടയ്ക്കിടയ്ക്ക് മാളവികയെ കൂടി തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട ഡിസൈനുകൾ വരച്ചിട്ടും നയനയെ വെട്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോഴും മൂർത്തി ജ്വല്ലറിയും നയനയുമാണ് വിജയിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ ആക്ഷേപിക്കുന്ന രീതിയിൽ മാളവികയെ ഒന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട്. മാളവികയ്ക്കും അത് വലിയ സങ്കടമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം മാളവിക AM ജ്വല്ലറിൽ ജോലി ചെയ്യുന്നത് തന്നെ ആദർശനെയും നയനെയും സഹായിക്കാനാണല്ലോ. അതുകൊണ്ട് മാളവിക അതിനെ വലിയ സീരിയസ് ആക്കി എടുക്കുന്നൊന്നുമില്ല. എൻ്റെ അനിയത്തി നയനയ്ക്ക് തന്നെ ഈ ഒരു അവാർഡ് കിട്ടണമെന്നും അവൾ ഈ കോമ്പറ്റീഷനിൽ വിജയിക്കണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതാണല്ലോ. നവ്യയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തന്നെ ചതിച്ച അഭിയും ഡേവിഡിനെയും ഇല്ലാതാക്കാനും അവർ കളിക്കുന്ന ഈ നാറി കളികളെല്ലാം പൊളിച്ചെടുക്കാനും വേണ്ടിയിട്ട് നവ്യ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നവ്യ അവരുടെ മുമ്പിൽ അഭിനയിച്ച് നിൽക്കുകയാണല്ലോ. എന്തായാലും ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. വിജയിച്ച സന്തോഷത്തിൽ തന്നെയാണ് അനിയും നയനയും പുറത്തേക്ക് വരുന്നത്. ഈ കോമ്പറ്റീഷനിൽ നയനയാണ് വിജയിക്കുന്നതെങ്കിലും അനിക്കാണ് അത് ഒരുപാട് സന്തോഷമുണ്ടാക്കിയത്. കാരണം അബിയുടെയും ഡേവിഡിൻ്റെയും നവ്യയുടെയൊക്കെ മുമ്പിൽ തോറ്റു പോകരുതെന്ന് എനിക്ക് നല്ലൊരു ആശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും അനി ഭയങ്കര സന്തോഷത്തോടെ തന്നെ അബിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്തു പറ്റി? AM ജൂനിയറുടെ മാനേജർക്ക് മുഖത്ത് വല്ലാത്തൊരു വൈക്ലഫ്യം ആണല്ലോ. ഓ, ഈ കോമ്പറ്റീഷനിൽ വിജയിക്കാൻ പറ്റാതെ പോയതിൻ്റെ വിഷമമായിരിക്കുമല്ലേ? ഇതൊരു ഡിസൈനർ കോമ്പറ്റീഷൻ അല്ലേ? ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി AM ജ്വല്ലറിയുടെ പ്രമുഖരെല്ലാവരും ഒന്നിച്ചാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, MDയും മാനേജറും മോഡലും ഡിസൈനറും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ എന്നൊക്കെ ഇങ്ങനെ ഒരു പരിഹാസ ഉൾപ്പെടെ തന്നെ അതിന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ നയനേട്ടത്തിയെ അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ലെന്ന്. എൻ്റെ നയനേട്ടത്തിയെ രാത്രി പകലാക്കി വരച്ച ഡിസൈൻസാ. ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടി എൻ്റെ നയനേട്ടത്തി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാ ഇപ്പം നയനേട്ടത്തിക്ക് കിട്ടിയതും. പ്രഗ്നൻ്റ് ആണെന്ന് പോലും നോക്കാതെയാ രാത്രി പകലാക്കി നയനേട്ടത്തി ഓരോ ഡിസൈൻസും വരച്ച ഓരോ ഡിസൈൻസിനും ഒരു ജീവൻ ഉള്ളതുപോലെ തോന്നിക്കും. നിങ്ങൾ ഇനി പുതിയ പുതിയ എത്ര ഡിസൈനേഴ്സിനെ ഇറക്കിയാലും ഒരിക്കലും നയനേട്ടത്തിയെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. അത്രയ്ക്ക് കഴിവുള്ള ആളാണ് നയനേട്ടത്തി. അതുകൊണ്ട് വെറുതെ സമയം കളയാൻ നിൽക്കേണ്ടെന്നൊക്കെ അനി ഇങ്ങനെ പറയുമ്പോഴേക്കും അബിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അബിയുടെ ദേഷ്യം മുഴുവൻ അടക്കി പിടിച്ച് നിൽക്കുകയാണ്. അന്ന് ആ സ്വിറ്റ്സർലൻഡ് കമ്പനിയായിട്ടുള്ള ഡീൽ ഉറപ്പിക്കാനായിട്ട് വന്ന സമയത്തും ഇതുപോലെ അനിയുടെ മുമ്പിൽ തോറ്റു തൊപ്പിയിട്ട് തല കുനിച്ച് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിലും തോൽവി സംബന്ധിച്ച് അനിയുടെയും നയനയുടെയും മുമ്പിൽ തല കുനിച്ച് തന്നെ പോകേണ്ടി വന്നല്ലോ. ആ ഒരു ദേഷ്യവും വിമർശമൊക്കെയാണ് അബി അടക്കി പിടിച്ച് നിൽക്കുന്നത്. എന്തായാലും ഈ നാണക്കേട് അബിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അച്ഛൻ്റെ മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യും, അച്ഛനോട് ഈ കാര്യം എങ്ങനെ പറയും എന്നൊക്കെ ഓർത്തിട്ട് അബിയും ഡേവിഡും വല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. അധിക നേരം അവരവിടെ നിന്നില്ല. ഡീലുകളൊന്നും ഇന്നോ നാളെ കൊണ്ട് അവസാനിക്കുന്നതല്ലോ. ഇതുപോലുള്ള ഡീലുകളും കോമ്പറ്റീഷൻസൊക്കെ ഇനി ഒരുപാട് വരും. അവിടെ വെച്ച് ഞങ്ങൾ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഡേവിഡ് അബിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകാനായിട്ട് പോകുന്നുണ്ട്. അവർക്കൊപ്പം തന്നെ മാളവികയും നവ്യയും പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നയനയും അനിയും ഈ കോമ്പറ്റീഷനിൽ വിജയിച്ചു എന്നുള്ള വാർത്ത അനന്തപുരിയിൽ അറിയുന്നുണ്ട്. ഫോണിലൂടെ വിവരം അറിഞ്ഞ മുത്തശ്ശൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. മുത്തശ്ശൻ ഫോണിലൂടെ തന്നെ നയനയെ വിളിച്ചിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കറിയായിരുന്നു മോളെ, നീ തന്നെ ഈ കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്ന്. ഈ ഒരു കോമ്പറ്റീഷനിൽ വിജയിക്കാനായിട്ട് മോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മോളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം തന്നെയാണ് ഇത്. ഈ കോമ്പറ്റീഷനിൽ വിജയിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞ് എല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ജലഞ്ചിയും അവന്തിയും ഉൾപ്പെടെ അവരുടെ നാശത്തിനായി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അബിയേട്ടൻ ജ്വല്ലറിലെ മാനേജറായിട്ട് കയറിയതിനു ശേഷം നാൾക്ക് നാൾ ഓരോ പ്രാവശ്യം തകർച്ചയാണല്ലോ നേരിടുന്നതെന്നൊക്കെ അവന്തിക ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവന്തിക പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അബിയേട്ടൻ പിന്നെയും ഇവിടെ തോറ്റുപോയല്ലെന്നൊക്കെ ഓർക്കുമ്പം അത് അവൾക്കൊരു വലിയ തിരിച്ചടിയും കൂടിയായിരുന്നു. ഈ കോമ്പറ്റീഷനിൽ തോറ്റുപോയത് തൻ്റെ അച്ഛന് നേരിട്ട ഒരു പരാജയം കൂടിയാണല്ലോ എന്നൊക്കെയുള്ളൊരു സങ്കടം കൂടി നമ്മുടെ അവന്തിക്കുണ്ട് കേട്ടോ. ഇത്രയും വലിയ തിരിച്ചടിയൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും ആ വിഷമമൊന്നും മുഖത്ത് കാണിക്കാതെ പുറമെ അവളുടെ സന്തോഷം അഭിനയിച്ച് തന്നെ നിൽക്കുകയാണ്. കാരണം താൻ കല്യാണം കഴിക്കാൻ പോകുന്ന അനിയേട്ടൻ്റെ വിജയമാണല്ലോ ഇത്. അപ്പോൾ ആ ഒരു സന്തോഷമായിട്ടിരിക്കുന്ന പോലെ അഭിനയിക്കുകയും ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്ത് നിവൃത്തിയില്ലാതെ അവന്തിക എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ച് നിൽക്കുകയാണ്. ആദർശം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് വൈകിയാണെങ്കിലും അറിഞ്ഞുപാടെ ആദർശനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഉറക്കളച്ചിരുന്ന് കഷ്ടപ്പെട്ട് വരച്ച ഡിസൈൻസ് അല്ലേ, അതിൻ്റെ ഫലമാണിത്. എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞല്ലോ. പഴയ പേരും പ്രശസ്തിയിലേക്കും ഉടനെ തന്നെ നമ്മൾ എത്തും എന്നൊക്കെ പറഞ്ഞ് നയനയും അനിയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ആദർശ്. അതിനുശേഷം നയനെ ഗസ്റ്റ് ഹൗസിലാക്കിയിട്ട് അനി തറവാട്ടിലേക്ക് വരുന്നുണ്ട്. അനി വന്ന പാടെ അവന്തിയെ ഒരുപാട് സന്തോഷത്തോടെ അനിയേട്ടാന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അനിയേട്ട, കൺഗ്രാചുലേഷൻസ്. അനിയേട്ടനും നയനേട്ടത്തിനും തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ വിജയിക്കാൻ പറ്റുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും നയനേട്ടത്തിൻ്റെ കഴിവ് അപാരം തന്നെ. അത്രയ്ക്ക് നല്ല ഡിസൈൻസ് ഒക്കെ വരച്ചുകൊണ്ടല്ലേ ഈ ഒരു കോമ്പറ്റീഷനിൽ വിജയിക്കാൻ കഴിഞ്ഞത്.
എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. നമ്മുടെ ശത്രുക്കൾക്ക് ഇതൊരു തിരിച്ചടി കൂടിയാണല്ലോ എന്നൊക്കെ അവന്തിക ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവന്തിക ഇങ്ങനെ വന്ന് സംസാരിക്കുന്നതും അനിയോട് കൂടുതൽ അടുക്കാൻ നോക്കുന്നതൊന്നും അനിക്ക് അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ല. അനി ഒരു വരണ്ട സ്വരത്തിൽ തന്നെ താങ്ക്സ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവിടുന്ന് ഒഴിഞ്ഞു മാറാനാണ് നോക്കുന്നത്. എന്നിട്ടും അവന്തിക അനിയെ പോകാൻ സമ്മതിക്കാതെ പറയുന്നുണ്ട്, അനിയേട്ടൻ MD ആയതുകൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ കമ്പനിക്ക് ഉണ്ടായത്. ചുമ്മാതല്ല മുത്തശ്ശൻ ആദർശേട്ടനെ മാറ്റിയിട്ട് ആ കസേരയിലേക്ക് അനിയേട്ടനെ ഇരുത്തിയത്. ആദർശേട്ടന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? എല്ലാം അനിയേട്ടനെ എടുക്കൊണ്ടാ. ആദർശേട്ടനായിട്ട് തകർത്ത എല്ലാ പേരും പ്രശസ്തിയും അനിയേട്ടനല്ലേ ഇപ്പൊ തിരിച്ചു പിടിച്ചത്. എന്തായാലും ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് അനിയേട്ടന് തന്നെ ഉള്ളതാ. അനിയേട്ടന്റെ കഴിവ് കൊണ്ടാ കമ്പനി വീണ്ടും പഴയ ഒരു പ്രതാപത്തിലേക്ക് എത്തിയത്. അത് മുത്തശ്ശൻ കൂടെ കൂടെ പറയാറുമുണ്ടല്ലോ. എന്തായാലും ഇത് പൊളിച്ചു അനിയേട്ടാ. ഈ വരുന്ന ആഴ്ച നമ്മുടെ നിശ്ചയമല്ലേ? എന്തായാലും വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കണ്ടില്ലേ, എല്ലാം നമുക്ക് അനുകൂലമായിട്ടാണ് നടക്കുന്നത്. അതുപോലെ അനിയേട്ടൻ എന്നെ കല്യാണം കഴിച്ച് അനിയേട്ടന്റെ ഭാര്യയാക്കി കഴിഞ്ഞാൽ അനിയേട്ടന്റെ ജീവിതത്തിൽ പിന്നെ എപ്പോഴും ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവന്തിക ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്കത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യമാണ് കേട്ടോ വരുന്നത്. അനി ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിർത്ത്, ഈ വക സംസാരങ്ങളൊന്നും എന്നോട് വേണ്ട. അവന്തികെ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് ഈ വക സംസാരമായിട്ട് വന്നേക്കരുതെന്ന്. നീ എവിടെ അഭിനയിച്ച് തകർക്കുന്നൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം. നിന്റെ നാടകം ഞാൻ കണ്ടു മടുത്തു. എനിക്കെന്താ ഒന്നും മനസ്സിലാകുന്നില്ലെന്നാണ് നിന്റെ വിചാരം? നിന്നെ വിവാഹം കഴിക്കാനോ നിന്നെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാനോ എനിക്കാവില്ല. അത് ഞാൻ മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരോടും തുറന്നു പറഞ്ഞ കാര്യമാണ്. എനിക്ക് നിന്നെ വിവാഹം കഴിക്കണ്ട, അതിനെനിക്ക് താല്പര്യവുമില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവന്തിയോട് ദേഷ്യപ്പെട്ട് അനി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അനി അങ്ങനെ പരസ്യമായി അവന്തിയോട് ദേഷ്യപ്പെട്ടതും മോശമായ രീതിയിൽ സംസാരിച്ചതൊക്കെ അവന്തിക്കും അല്ലാതൊരു വിഷമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇയാൾ ഇത് ഒരു തരത്തിലും അടുക്കുകയില്ലെന്നാണല്ലോ തോന്നുന്നത്. ഞാൻ എങ്ങനെയൊക്കെ താഴ്ന്നും കേണും ഇയാളോട് സംസാരിച്ചു നോക്കി, എന്നിട്ടും ഇയാൾ എനിക്കൊരു പുല്ല് വില പോലും തരുന്നില്ലല്ലോ. എന്തായാലും ഇതിനെ അങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ കഴുത്തിൽ തന്നെ താലി കെട്ടും. നിങ്ങളെ ഞാൻ എൻ്റെ വരുതിയിലാക്കിയിരിക്കും. വിവാഹം കഴിയുന്നവരെ മാത്രമേ ഞാൻ ഇത്രയും ക്ഷമയോടെയൊക്കെ നിൽക്കുകയുള്ളൂ അനിയേട്ടാ. അത് കഴിഞ്ഞിട്ടും അനിയേട്ടൻ എന്നോട് ഇതേ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം മാറും. പിന്നെ ഞാൻ ആരാന്നും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ളത് അനിയേട്ടന് വഴിയെ മനസ്സിലായിക്കോളും. എന്നാൽ ഇതേ സമയത്ത് നാഗേന്ദ്രനാകെ കലി ഇളകിയിരിക്കുകയാണ്. ഈ ഒരു കോമ്പറ്റീഷനിൽ തോൽവി നേരിടേണ്ടി വന്നതിൻ്റെ ഒരു നിരാശയിലും അതുപോലെ ആ ഒരു ദേഷ്യത്തിലും അപമാനത്തിലും ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ നാഗേന്ദ്രൻ. തിരികെ ഓഫീസിലേക്ക് എത്തിയ ഡേവിഡും അബിയും മാളവികയും നബിയും ഒക്കെ അവിടെ ആക്കി വെച്ച് ഇവർ അത്യാവശ്യമായിട്ട് മാനേജ്മെന്റിനെ കാണാനുണ്ടെന്നും പറഞ്ഞ് നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. നാഗേന്ദ്രൻ ഈ സമയം കാലി ഇളകിയിരിക്കുകയാണെന്നും അച്ഛനെ എങ്ങനെ ഫേസ് ചെയ്യുന്നൊക്കെയുള്ളൊരു പേടിയിലാണ് നമ്മുടെ അബി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഈ ഒരു ഡിസൈനർ കോമ്പറ്റീഷനിൽ തോൽക്കാനിടയായ സാഹചര്യങ്ങളെല്ലാം തന്നെ അവർ മൂന്നുപേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. ആ സമയത്ത് അബിയുടെ ആ ഒരു ദേഷ്യവും സങ്കടമൊക്കെ കണ്ടിട്ട് നാഗേന്ദ്രൻ അബിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോനെ അബി, ബിസിനസ്സിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. നിനക്കറിയാമല്ലോ, ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ഡിസൈൻസ് ഒക്കെ സംഘടിപ്പിച്ച് മാളവിയെ കൊണ്ട് നല്ല ബെസ്റ്റ് ഡിസൈൻസൊക്കെയാണ് വരപ്പിച്ചത്. എന്നിട്ടും നമ്മളിവിടെ പരാജയപ്പെട്ടു. നമ്മുടെ ശത്രു അത്രത്തോളം കഴിവുള്ളവളാണെന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. എന്തായാലും നീ വിഷമിക്കാതിരിക്കുക അബി. ഇനിയും ഇതുപോലുള്ള അവസരങ്ങളൊക്കെ നമ്മളെ തേടി വരും. അബി ഉടനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അച്ഛാ, എന്താ അവസരം? ഇനി ഇതുപോലെ ഒരു അവസരം നമുക്ക് കിട്ടുമോ? അവന്തിക അവനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വെറുതെ വിട്ടത്. ഇല്ലെങ്കിൽ ഞാൻ അവൻ്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയേനെ. അത്രയ്ക്ക് അവൻ എന്നെ അവിടെ വെച്ച് നാണം കെടുത്തിയത്. അന്ന് ആ ഡീല് നഷ്ടപ്പെട്ടപ്പോഴും അവൻ എന്നെ കുറെ കളിയാക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തതാ. ഇന്ന് അതിന്റെ ബാക്കിയായിരുന്നു. ആ മാളവികയുടെയും നവ്യയുടെയും ഒക്കെ മുമ്പിൽ വെച്ച് അവൻ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. എനിക്കതങ്ങോട്ടേക്ക് ഒട്ടും സഹിക്കാനായില്ല. എനിക്ക് ഈ പറയത്തൊക്കെ വലിയ കഴിവൊന്നുമില്ല. ആദർശ എല്ലാത്തിൻ്റെയും പിന്നില്. എന്നിട്ടും അവന്റെ മുമ്പിൽ തോൽക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത വിഷമമെന്നൊക്കെ അബി ഇങ്ങനെ പറയാട്ടോ. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോനെ, നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ബിസിനസ് ആയ ഇതുപോലുള്ള പല തിരിച്ചടികളും നമുക്ക് നേരിടേണ്ടി വരും. അതിനെയൊക്കെ തരണം ചെയ്തല്ലേ അച്ഛൻ ഈ നിലയിൽ എത്തിയത്. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല. അബി ഇവിടെ ജയിച്ചെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ. അവന്തിയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അതിനുശേഷം അവരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ആയിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് മോൻ വിഷമിക്കേണ്ട. തൽക്കാലം അവനിപ്പോൾ ഇവിടെ ജയിച്ചു നിൽക്കട്ടെ. വിവാഹം കഴിഞ്ഞതിന് ശേഷം അവന്തികയെ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനാകും. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് അവന്തികയും എത്തുന്നുണ്ട്. അവന്തികയ്ക്ക് ശരിക്കും സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ എന്നുള്ളത് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടായത് അവന്തികയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ടെങ്കിലും അഭിയേട്ടനും അച്ഛനും മറുഭാഗത്ത് തോൽവി നേരിട്ടില്ലെന്ന് ഓർക്കുമ്പം സങ്കടമാകുന്നുണ്ട്. അവന്തിക്കോട് അഭി ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ, നിനക്ക് സന്തോഷമായല്ലോ? നീ അവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ ഇപ്പോൾ വെറുതെ വിട്ടേക്കുന്നത്. അല്ലെങ്കിൽ എന്നെ പരിഹസിച്ചവനെ, എന്നെ ഇൻസൾട്ട് ചെയ്തവനെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അങ്ങ് തുടച്ചു മാറ്റിയാനെ. അത്രയ്ക്ക് അപമാനം ഇന്ന് ഞാൻ നേരിട്ടത്. അവൻ എല്ലാവരുടെയും മുമ്പിൽ എന്നെ വെറും കൊച്ചാക്കി കളഞ്ഞു. എനിക്ക് നേരിട്ട ഈ അപമാനത്തിന് അവനോട് എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ.
ചില സമയത്ത് അവൻ്റെ വർത്താനം കേട്ടാൽ എനിക്ക് അവനെ കൊന്നു കളയാനാ തോന്നുന്നൊക്കെ അബി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണേ. അപ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട്, അച്ഛാ ഞാനിപ്പോൾ എന്ത് ചെയ്യുക വെച്ചാ, എനിക്ക് അനിയേട്ടന് ഇങ്ങനെ ഒരു നേട്ടം കിട്ടിയതിൽ സന്തോഷമുണ്ട്. അച്ഛനും അബിയേട്ടനും ഒക്കെ മറുഭാഗത്ത് തോൽവി നേരിട്ടതിൻ്റെ സങ്കടവുമുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാകും? ഞാൻ അനിയേട്ടനെ ഇഷ്ടപ്പെട്ടു പോയി. അനിയേട്ടനെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് നല്ല താല്പര്യമുണ്ട്. അങ്ങനെയുള്ളപ്പം അനിയേട്ടൻ്റെ നേട്ടത്തിൽ എനിക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയുമോ അച്ഛാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ ഇപ്പോൾ തൽക്കാലം ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എനിക്കിപ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ നിനക്ക് ഗുണം ചെയ്യും. നീയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. അധികം വൈകാതെ തന്നെ നിങ്ങളുടെ വിവാഹവും നടക്കണം. അതിനുശേഷം മാത്രമേ അനി തകർച്ച നേരിടാൻ പാടുള്ളൂ എന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. അതുവരെ നമ്മൾ ഇച്ചിരി താഴ്ന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അച്ഛൻ മോളോട് നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചില്ലേ, കല്യാണത്തിന് ശേഷം വേണം മോൾ ആ കമ്പനിയിൽ കയറി പറ്റാൻ. അത് കഴിഞ്ഞ് ആ കമ്പനിയുടെ ഫുൾ അധികാരവും മോളുടെ കയ്യിലേക്ക് തന്നെ വരും. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ജ്വല്ലറി ഇച്ചിരി താഴ്ന്നു പോയാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നാഗേന്ദ്രൻ പറയുകയാണ്. എന്നാലും അബിക്ക് ഇതൊന്നും കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഒരു ആശ്വാസവും ആകുന്നില്ല. അബിയുടെ മനസ്സിൽ ഇപ്പോഴും അവനോടുള്ള ദേഷ്യം കാരണം ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബി പറയുന്നുണ്ട്, അച്ഛാ നമ്മൾ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. ഇതുവരെ ഈ വിവാഹ നിശ്ചയത്തിന് അവൻ സമ്മതിച്ചിട്ടില്ല. അവന്തിയെ വിവാഹം കഴിക്കാൻ അവന് താല്പര്യമില്ലെന്ന് തന്നെ അവൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവന്തികയും പറയുന്നുണ്ട്, അതെ അച്ഛാ, ഇന്ന് പോലും ഈ ഒരു നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ചെന്നു. അപ്പോഴും എന്നോട് കടിച്ചു കയറിയാ സംസാരിക്കുന്നത്. എന്നോട് ഒരു താല്പര്യവും കാണിക്കുന്നില്ല. പിന്നെ എങ്ങനെ അഭിയേട്ടനെ ഞാൻ വരുതിയിലാക്കുന്നൊക്കെ ഓർത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നൊക്കെ അവന്തിക പറയുകയാണ്. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ ഇത് വേണ്ടാന്ന് വെക്കാൻ പാടില്ല. അനിയുമായിട്ടുള്ള നിന്റെ വിവാഹം നടന്നേ പറ്റുള്ളൂ. ഇനിയിപ്പം അവന് മോളെ ഇഷ്ടമല്ലെങ്കിൽ കൂടിയും മോൾ ഈ അഭിനയം തുടർന്നേ പറ്റുള്ളൂ. അവൻ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, അതൊന്നും ഓർത്ത് മോളെ ടെൻഷൻ ആകണ്ട. മൂർത്തിയും ജാനകിയും അജയനും ജയനും ഒക്കെ പറയുന്നത് അവൻ ഉറപ്പായും കേട്ടിരിക്കും. അവരുടെ വാക്കുകൾ ധിക്കരിച്ച് അനിയൊരു തീരുമാനം എടുക്കില്ല. അതുകൊണ്ട് മോൾ അക്കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മൂർത്തിയും ജാനകിയും ഒക്കെ കൂടി അവനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അവന്തിയെ ആശ്വസിപ്പിക്കുകയാണ് നാഗേന്ദ്രൻ. അബിയുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ദേഷ്യം ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിവാഹം കഴിയുന്നതോടുകൂടി അനന്തപുരമുള്ള എല്ലാവരും നിറയിക്കാൻ പോവുക, എല്ലാവർക്കും ഞാൻ വലിയൊരു തിരിച്ചടിയെ കൊടുക്കാൻ പോവാന്നൊക്കെ അബി ഇങ്ങനെ മനസ്സിൽ പിറുപിറുത്തോണ്ടിരുന്നു. എന്നാൽ ആ സമയത്ത് ആരും പ്രതീക്ഷിക്കാതെ തന്നെ നവ്യയ്ക്ക് നിർണായകമായ തെളിവുകൾ കിട്ടുകയാണ്. അതായത് നാഗേന്ദ്രയും അവന്തികയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നും അവരിടയ്ക്കിടെ കൂടിക്കാഴ്ച നടത്താറുണ്ടെന്നും ഈ ഒരു വിവാഹം കൊണ്ട് അവർ ലക്ഷ്യമാക്കുന്നത് അനന്തപുരിയിലെ സ്വത്തും മൂർത്തി ജ്വല്ലറിയൊക്കെ ആണെന്നുള്ള തെളിവുകളാണ് നമ്മുടെ നവ്യയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് അബിയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് നവ്യയ്ക്ക് കിട്ടുന്നതും. എന്തായാലും ആ ചടങ്ങുകളൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നവ്യ ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശനെ അറിയിക്കാൻ നോക്കുന്നുണ്ട്. മുത്തശ്ശൻ ആദ്യമൊന്നും ഇതിനെ വലിയ ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിലും പിന്നീട് തെളിവുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ മുത്തശ്ശൻ അത് വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആകെ ഷോക്കായി പോവുകയാണ് കേട്ടോ. കാരണം എല്ലാവരോടും സ്നേഹം നടിച്ചു നിന്ന് അവന്തിക നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കൊച്ചുമോനെയൊക്കെ ചതിക്കാൻ നോക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. എന്നാൽ മുത്തശ്ശൻ അവന്തികയെ വലിച്ചു കയറാനുള്ള ദേഷ്യമാണ് കേട്ടോ വരുന്നത്. മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവന്തികയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. നാഗേന്ദ്രമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കാനും അതുപോലെ നവ്യ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊക്കെ ഉള്ളത് അവന്തികയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാനായിട്ടാണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ ആ സമയത്ത് അവന്തിക അവിടെ നാഗേന്ദ്രനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ കൂടെ അവന്തിക നാഗേന്ദ്രനോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശൻ കേൾക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോൾ അച്ഛൻ ഇല്ലാത്തത് എനിക്ക് ഭയങ്കര വിഷമമാണെന്നും ഈ ഒരു ചടങ്ങിന് അച്ഛൻ ഉണ്ടാവേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് അവന്തിക ഫോണിൽ സംസാരിക്കുന്നത്. എന്നാലും അവന്തിക നാഗേന്ദ്രൻ പറഞ്ഞതിൻ്റെ മറുപടിയായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഈ വിവാഹ നിശ്ചയം ഒന്ന് നടന്നോട്ടെ അച്ഛാ. അത് കഴിയുമ്പോഴേക്കും അനിയേട്ടനെ ഞാൻ എൻ്റെ വശത്താക്കിക്കോളാം. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിലായിരിക്കും. നമ്മളായിരിക്കും ഇതിൻ്റെയൊക്കെ ഏക അവകാശി. എന്തായാലും ഇനി അതിനധികം താമസമൊന്നും ഇല്ല അച്ഛാ. എത്രയും വേഗം തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണം. ഇവിടെ ആർക്കും സംശയമൊന്നുമില്ല. എന്തായാലും മുത്തശ്ശൻ തന്നെ മുന്നിട്ടല്ലേ ഈ വിവാഹ നിശ്ചയം നടത്തുന്നത്. അതുകൊണ്ട് ആരും ഇതിനെ എതിർക്കാനും ചാൻസ് ഇല്ല. അത്യാവശ്യം ഈ വീട്ടിലുള്ളവരും പുരോഹിതരും മാത്രമേ ഉള്ളൂ. ബാക്കി ആരെയും ഈ വിവരം ഇതുവരെ അറിയിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അവന്തിക പറയുന്നതൊക്കെ നമ്മുടെ മുത്തശ്ശൻ കേൾക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നവ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് മുത്തശ്ശന് ബോധ്യമാവുകയാണ്. മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ നേരെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴും മുത്തശ്ശൻ അവരോടൊന്നും കാര്യം പറയുന്നില്ല. ചടങ്ങിനുള്ള സമയമായില്ലേ, കുട്ടികളെ വേഗം വിളിക്കുക എന്ന് പറയുകയാണ് കേട്ടോ. ദേവയാനി പറയുന്നുണ്ട്, ചടങ്ങിനുള്ള സമയമായല്ലോ, ഈ കുട്ടികൾ എന്താ ഇതുവരെ റെഡിയായില്ലേ? എന്തായാലും ജാനകി നീ പോയി അനിയെ വിളിച്ചോണ്ട് വാ, ഞാൻ അവന്തികമോളെ വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പോയി അവരെ വിളിച്ചോണ്ട് വരികയാണ് കേട്ടോ. അവന്തികയുടെ മുഖത്ത് നല്ല സന്തോഷമാണ്. എന്നാൽ അനിയുടെ മുഖത്ത് ആകെപ്പാടെ സങ്കടമാണ് കേട്ടോ. അനിക്ക് ഈ വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ലെന്നുള്ളത് മുത്തശ്ശനോട് തന്നെ തുറന്നു പറഞ്ഞതാണല്ലോ. എന്നിട്ടും ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിപ്പോൾ തെറ്റായി പോയെന്ന് തന്നെ മുത്തശ്ശന് തോന്നുകയാണ്.
അവന്തിയെ വിശ്വസിച്ച് കൊച്ചുമോനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയതിൻ്റെ വിഷമം നന്നായിട്ട് മുത്തശ്ശൻ്റെ മുഖത്തുണ്ട്. അച്ഛൻ്റെ മനസ്സിൽ എന്തോ കാര്യമായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെങ്കിലും ആരും അതിനെ വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അച്ഛൻ്റെ മുഖത്തെ ആ ഒരു ദേഷ്യവും വിഷമമൊക്കെ കാണുമ്പം എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്നാലും അതിനെക്കുറിച്ച് ആരും അങ്ങനെ ചോദിക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് മുത്തശ്ശൻ തന്നെ അവന്തികയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നാഗേന്ദ്രയുമായിട്ട് നിനക്ക് എത്ര നാളായി അടുപ്പം തുടങ്ങിയിട്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവന്തിക ശരിക്കും ആദ്യം ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവന്തിക അച്ഛനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. മുത്തശ്ശൻ്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ട കാര്യമില്ലേ, അതുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്ത് ഇവൾ കള്ളം പറയുന്നതാണെന്നൊക്കെ മുത്തശ്ശന് മനസ്സിലാവുന്നുണ്ട്. ഒടുവിൽ മുത്തശ്ശൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവന്തിക നാഗേന്ദ്രയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളും അനിയെ വിവാഹം കഴിക്കണമെന്ന് ഇവൾ വാശി പിടിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളും എല്ലാം പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവന്തികയെ വലിച്ചു കയറുകയാണ് മുത്തശ്ശൻ. അവന്തികയും നാഗേന്ദ്രയും അബിയും ഒക്കെ കൂടി ഇതുപോലൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അനിയോട് ഇഷ്ടമുള്ളതുപോലെ നടിച്ച് അനിയെ വിവാഹം കഴിക്കാൻ ഇവൾ തയ്യാറായതെന്നും പറയുകയാണ്. അല്ലാതെ എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതത്തിലേക്ക് ഒരു നല്ല ഭാര്യയായിട്ട് വരാൻ വേണ്ടിയിട്ടല്ല, അവൻ്റെ ജീവിതം കുളമാക്കാനും ഈ തറവാട് തന്നെ തകർത്ത് തരിപ്പണമാക്കാനും വേണ്ടിയാണ് ഇവളും ഇവളുടെ തന്തയും ചേട്ടനും കൂടെയൊക്കെ ശ്രമിച്ചെന്നൊക്കെ മുത്തശ്ശൻ എല്ലാവരുടെ മുമ്പിൽ തുറന്ന് പറയുന്നുണ്ട്. ജാനയ്ക്കാണെങ്കിലും ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. എൻ്റെ മോൻ്റെ ജീവിതം വെച്ചാണോടി നീ കളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവന്തികയുടെ കാരണം തീർത്ത് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ജാനകി. അതിനുശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഇവളെ ഈ വീട്ടിൽ കാണാൻ പാടില്ല. ഇവക്കേ ഇവിടെ ചോറും അവിടെ കൂറുവാ. ഇവളുടെ അച്ഛനെ രക്ഷിക്കാനാണ് ഇവൾ നോക്കുന്നത്. നാഗേന്ദ്രൻ്റെ കൂടെ കൂടി ഈ കുടുംബം കുളം തോണ്ടാനും ഈ തറവാട് ഇല്ലാതാക്കാനും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും കൈയടക്കാനുമാണ് ഇവൾ നോക്കിയത്. അതുകൊണ്ട് ഇനി ഇവളെ വിശ്വസിക്കാൻ പാടില്ല. ഇവളെ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇനി ഇവളുമായിട്ട് ഈ വീട്ടിൽ നിന്ന് ആർക്കും ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. നയനെ ആദർശനും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയ പോലെ തന്നെ ഇവളെയും അബിയും ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ ആ ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അവന്തി ഉടനെ മുത്തശ്ശൻ്റെ കാല് പിടിച്ച് മാപ്പൊക്കെ പറയാൻ നോക്കുന്നുണ്ട്. അനിയേട്ടനോടുള്ള എൻ്റെ ഇഷ്ടം ആത്മാർത്ഥമാണെന്നും അനിയേട്ടനെ അല്ലാതെ മറ്റാരെയും എനിക്ക് ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാനാവില്ലെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതെല്ലാം തന്നെ പാടെ അവഗണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജാനയ്ക്കും ദേവയാനിക്കും ജയനും അജയനും മുത്തശ്ശിക്കും അനിക്കുമൊക്കെ ഒരുപാട് ദേഷ്യമാവുന്നുണ്ട് അവന്തികയോട്. അവന്തികയും ഒട്ടും മോശമല്ല, അബിയുടെയും ജലജടയും അതേ സ്വഭാവം തന്നെയാണ് അവൾക്ക് എന്നൊക്കെ ഓർത്തുകൊണ്ട് എല്ലാവരും അവന്തിയോട് ഒരു വെറുപ്പും വിദ്വേഷമൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ തന്നെ നടത്താൻ തീരുമാനിച്ച ഈ വിവാഹ നിശ്ചയം മുത്തശ്ശൻ്റെയും നവ്യയുടെയും ഇടപെടൽ കൊണ്ട് അത് തടസ്സപ്പെടുകയാണ് കേട്ടോ. നവ്യ കറക്റ്റ് സമയത്ത് ഇടപെട്ടുകൊണ്ട് മുത്തശ്ശൻ ഈ വിവാഹ നിശ്ചയം തന്നെ തടസ്സപ്പെടുത്തുകയും അനിയെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ അനിക്കും നന്ദുവിനും വീണ്ടും ആശ്വാസമാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നവ്യ ഇതിനെ അങ്ങനെയും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നാണ് നവ്യ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അനിയും നന്ദുവും ഒന്നിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും മുത്തശ്ശൻ തന്നെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കണമെന്നും നവ്യ മുത്തശ്ശനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ തന്നെ മുന്നിട്ടിറങ്ങുകയാണ് കേട്ടോ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്താനൊക്കെ ആയിട്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്